ഹായ് ഹലോ വെൽക്കം. ഇന്ന് നമ്മളൊരു ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏലക്ക എടുത്തിട്ടുണ്ട്, 3 ഏലക്ക എടുത്തിട്ടുണ്ട്, 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 1 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കറുവപ്പട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2ആയിട്ട് ഒടിച്ചിട്ടുണ്ട് കേട്ടോ. 4 കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി അതായി ഇടിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഇടിച്ച് നൈസ് പൊടിയൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇത് ഇടിക്കാതെ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ തണുപ്പ് സമയത്താണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. ഇനി ചായ വെക്കാനുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ചായ ഉണ്ടാക്കാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിന് കൂടത്തിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഇഞ്ചി എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. ഇഞ്ചി വേണമെങ്കിൽ ചതച്ചു ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ചായപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അതായത് 1 ഗ്ലാസ് ചായക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി എന്നാണ് കണക്ക്. പിന്നെ കടുപ്പം കൂടുതലും കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഇപ്പം മെല്ലെ ഒന്ന് ചൂടായിട്ട് മെല്ലെ ഒരു ബബിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചെറുതായിട്ടും ചൂടായതിന് ശേഷം പഞ്ചസാര ഇടുന്നതായിരിക്കും നല്ലത്. ആദ്യമേ ഇട്ടാൽ നമുക്കിന്ന് തിളച്ച് വരാൻ താമസം എടുക്കും. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് നേരം നല്ലതുപോലെ തിളപ്പിച്ചിട്ടുണ്ട്. നല്ലപോലെ കടുപ്പമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി കടുപ്പം വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് തിളപ്പിക്കാം കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാൻ പോവാണ്. 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും എടുത്തിരിക്കുന്നത്. പിന്നെ ഈ മസാല ടീ കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇമ്മ്യൂണിറ്റി പവറിന്, BP-ക്ക്, പിന്നെ നമ്മുടെ ഡൈജഷന്, പിന്നെ കോൾഡ്, അതിനൊക്കെ ഭയങ്കര നല്ലതാണിത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതൊന്ന് കുടിച്ചു നോക്കുക. പിന്നെ തണുപ്പ് സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് തന്നെ ഇത് കുടിക്കാൻ തോന്നും. മിക്ക ആളുകളും ഇപ്പോൾ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ചായ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം 1 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കടുപ്പ് എത്ര വേണമെന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് വേഗം തന്നെ ചായ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇത് 1-2 വട്ടം കപ്പിൽ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചെടുക്കാം. ആറ്റുക എന്നാണ് നമ്മളൊക്കെ പറയുന്നത് കേട്ടോ. ചായ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നമ്മുടെ ചായക്കടയിലെ ചായക്കൊക്കെ എന്തൊരു ടേസ്റ്റാണ് അല്ലേ. അങ്ങനെ നമ്മുടെ മസാല ടീ റെഡി ആയിട്ടുണ്ട്. കടുപ്പോ മധുരമോ ഒക്കെ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചായ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരാം കേട്ടോ. താഴെ ഒരു റെഡ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനടുത്തൊരു ബെലൈക്കൺ വരും, അതിലുള്ള ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ സിമ്പിളായിട്ടുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എനിക്കതൊക്കെ ഒന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്